وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد أفترى على الله كذبا أم به جنة بل الذين لا يؤمنون بالآخرة في العذاب والضلال البعيد أفلم يروا إلى ما بين أيديهم وما خلفهم من السماء والأرض إن نشأ نخسف بهم الأرض أو نسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده إن الحمد لله نحمد قياما أوضحت لنا سبل الهداية وأوسعت عن بصائرنا وشاوت الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ ലേന്തി ഖുർആൻ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളിൽ അതിനെ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 34-ാം അധ്യായം സൂറത്തു സബഇൻ്റെ പഠനമാണ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. സൂറത്തു സബഇൻ്റെ അടിസ്ഥാന ചില വിവരങ്ങൾ, ചില വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമയായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്നതും റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു വചനമാണ് അതിൻ്റെ 1-ാമത്തെ വചനം എന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായ അൽ ഹക്കീം, അൽ ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തൊട്ടടുത്ത വചനത്തിലൂടെ ഭൂമിയിൽ പ്രവേശിക്കുന്ന, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന, ആകാശത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന, ആകാശങ്ങളിലേക്ക് കയറിപ്പോകുന്ന അനവധി കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച്, അള്ളാഹു കരുണാനിധിയാണെന്നും ഏറെ പൊറുക്കുന്നവനാണ്, 2 നാമങ്ങളാണ് അവിടെയും പറഞ്ഞത്, അർ റഹീം, അൽ ഗഫൂർ. ഈ 2-ാമത്തെ വചനത്തിലും നമ്മൾ കാണുന്നത് ആ 2 വചനത്തെക്കുറിച്ചാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്ന 3 മുതലുള്ള വചനങ്ങളിലാണ് ആയത്താണ് മുകളിൽ ഓതി കേട്ടിട്ടുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ പറയുന്നത്? നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വാക്കർത്ഥങ്ങളിലേക്കും കടക്കാം. വഖാലല്ലദീന,
മൂന്നാമത്തെ വചനമാണ്. വഖാല പറയുകയാണ്. അല്ലദീന കഫറു അവിശ്വസിച്ചവർ ലാ തഅതീന നമുക്ക് വരികയില്ല. അസ്സാഅത്തു എന്ന് പറഞ്ഞാൽ അന്ത്യസമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യദിനം വരികയില്ല എന്നാണ് ചില ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ പറയുന്നത്. എന്നാൽ കുൽ പറയുക, ബലാ ഇല്ലാതെ അല്ലെങ്കിൽ ഉണ്ട്, വറബ്ബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ലതഅതിയന്നകും അത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബി അദൃശ്യത്തെ അറിയുന്നവനായ റബ്ബ്, ലാ യഅ്സുബു വിട്ടുപോവുകയില്ല അല്ലെങ്കിൽ ഒഴിവാക്കുകയില്ല, അൻഹു അവനിൽ നിന്ന്, മിസ്ഖാലു ദർറത്തിൻ ഒരണുത്തൂക്കവും, ഫിസ്സമാവാതി ആകാശങ്ങളിൽ, വലാ ഫിൽ അർളി ഭൂമിയിലും ഇല്ല, വല അസ്അറു ചെറുതുമില്ല ചെറിയതുമില്ല, മിൻ ദാലിക അതിനേക്കാൾ, വല അക്ബറു വലിയതുമില്ല, ഇല്ലാ ഫി കിതാബിൻ ഒരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഒരു രേഖയിൽ ഇല്ലാതെ, മുബീൻ സ്പഷ്ടമായ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലില്ലാതെ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മൂന്നാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. അവിശ്വസിച്ച ആളുകൾ പറയുകയാണ് അന്ത്യസമയം നമുക്ക് വരികയില്ല എന്ന്. എന്നാൽ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പറയുക, അദൃശ്യത്തെ അറിയുന്നവനായ എൻ്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയാം, ഇത് നിശ്ചയമായും നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യുന്ന കാര്യമാണ്. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണു തൂക്കവും അവനിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹു അറിയാതെ വിട്ടുപോകുന്നതല്ല. അതിനേക്കാൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും തന്നെ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിലില്ലാതെ, അഥവാ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെ ഇല്ല എന്ന് അള്ളാഹു വ്യക്തമായി പ്രിയമുള്ള സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഗ്രന്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെ പോവുകയില്ല എന്ന് പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ്. എല്ലാം അള്ളാഹു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു കാര്യവും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തപ്പെടാതിരുന്നിട്ടില്ല എന്ന അർത്ഥമാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഖുർആനിൽ അള്ളാഹു തൻ്റെ നാമത്തിൽ തന്നെ സത്യം ചെയ്ത് പരലോകത്തെയും അതുപോലെ തന്നെ പുനരുദ്ധാനം, ബഅസ് ഉയർത്തെഴുന്നേൽപ്പും ഉറപ്പിച്ചു പറയാൻ പ്രവാചകനോട് കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. അതിലൊന്നാണ് റബ്ബി ഇന്നഹു ലഹക്കുൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് യൂനിസിലെ 53-ാമത്തെ ആയത്താണ്. അതുപോലെ ഒന്ന് ഈ ആയത്താണ്, സൂറത്ത് സബയിലെ 3-ാമത്തെ നമ്മളിപ്പോൾ പഠിക്കുന്ന ആയത്ത്, റബ്ബി ലതഅതിയന്നകും എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്ത് പറയാണ്. റബ്ബി ലതുബഅസുന്ന എന്ന് പറയും. സൂറത്ത് തഗാബുനിൽ 7-ാമത്തെ വചനത്തിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതൊക്കെ പരിശുദ്ധ അമാനി മൗലവി ഇവിടെ കൊടുക്കുന്നതായി കാണാൻ കഴിയും. ഇനി മിസ്ഖാലു ദർറത്ത് ഒരു അണുമണിത്തൂക്കം, ഒരു അണുമണിക്കാര്യങ്ങൾ പോലും അള്ളാഹു ഇന്ന് വിട്ടുപോവുകയില്ല. ഈ മിസ്ഖാലു ദർറത്ത് എന്ന പദത്തിന് സാധാരണ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ പൊടിവളരത്തിനോ അതിന് ആ ഒരു പദം ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഓട്ട വെളിച്ചത്തിലെ ഇപ്പം നമുക്കറിയാം, ഇങ്ങനെ ആ വെളിച്ചം വരുമ്പോൾ അതിൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന, ഇരുട്ടത്തൊരു ടോർച്ചടിച്ചാൽ അതിൻ്റെ ആ ഇതിലിങ്ങനെ പാറിപ്പറക്കുന്ന പൊടിപടലുണ്ട്, അതിന് ദർറത്ത് അത്ര ചെറുതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കടുകുമണിയോളം എന്നർത്ഥത്തിൽ പറയുന്നുണ്ട് ഇല്ലേ, അത്ര ചെറുതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയ ഉറുമ്പിൻ്റെ ആ ഒരു കാലിൻ്റെ ഉണ്ടാവൂലേ, അത്ര ചെറുതാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിന് ദർറത്ത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ കണിക പോലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അള്ളാഹു അറിയാത്തതില്ല എന്നർത്ഥം. പിന്നെ ആ ആയത്തിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്ക് എന്ന് പറഞ്ഞാൽ കിതാബിൻ മുബീൻ എന്നാണ് അവസാനിക്കുന്നത്. കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ
ആ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ലൗൽ മഹ്ഫൂള് എന്നാണ് അതിന് പറയുക. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അവരതിനെ നിഷേധിച്ചാലും തീർച്ചയായും ആ അന്ത്യദിനം നമ്മൾ പല മുൻ സൂറത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വാസികൾ പരലോകത്തെ നിഷേധിക്കാൻ പല ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അല്ലാഹ് ഉറപ്പിച്ചു പറഞ്ഞു, അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, എല്ലാം നശിക്കും, ഇല്ലേ, എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങും, മനുഷ്യർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഖബറിൽ നിന്ന് അവർ പുറത്തു വരും. ഇതൊക്കെ അള്ളാഹു വ്യക്തമായി ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ലിയജ്സിയല്ലദീന ആമനു. അള്ളാഹു വീണ്ടും പറയാണ്, അവൻ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി, ലിയജ്സിയ, അവൻ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി, അല്ലദീന ആമനു. എന്തിനാ ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നതെന്ന് പറയാണ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക്, ഈമാൻ ഉള്ളവർക്ക്, വ അമിലു സ്വാലിഹാത്തി, അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്. വിശ്വാസവും എവിടെയും പരലോകത്ത് പ്രതിഫലാർഹമാകണമെങ്കിൽ അവിടൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഒന്ന് വിശ്വാസം ഉണ്ടാകണം, 2 അമിലു സ്വാലിഹാത്തുകൾ ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമില്ല. ഈമാൻ വളരെ പ്രധാനമാണ്. അതോടൊപ്പം ചേർത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനമുണ്ട്, അതുപോലെ തന്നെ വരിസുക്കുൻ, ഉപജീവനമുണ്ട് അഥവാ ആഹാരമുണ്ട്, ഭക്ഷണമുണ്ട്, കരീമുൻ, മാന്യമായ ഭക്ഷണം അള്ളാഹു അവിടെ വെച്ച് കൊടുക്കുമെന്നാണ്. ആ ആയത്തിന്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത്. അത് അക്കൂട്ടർക്ക്, അവർക്ക് പാപമോചനവുമുണ്ട്, അവിടെ വെച്ച് മാന്യമായ ഉപജീവനവും, റിസുക്കുൻ കരീം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. മാന്യമായ ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടർക്ക് നൽകുന്നതാണ്. പരലോകത്തിന്റെ ഒരു യുക്തി ഭദ്രത നമുക്കിതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. ഈ ദുനിയാവിൽ ഇങ്ങനെ നന്മ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ, സത്യവിശ്വാസികൾ, പൂർണ്ണമായ നന്മയോ പ്രതിഫലമോ ഒന്നും ഈ ലോകത്ത് കിട്ടൂല. ഒരു ഉദാഹരണം സാധാരണ ഞാൻ പറയാറുള്ളത്, ഇപ്പം നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മുള്ള് കിടക്കുന്ന കണ്ടാൽ, ഒരു ചില്ല്, എന്തെങ്കിലും ഒരു ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു വസ്തു കണ്ടാൽ, അതവിടെ ആരും കാണുന്നില്ല, നമ്മളതെടുത്ത് മാറ്റിയാൽ നമുക്കിവിടെ ആരും പ്രതിഫലം തരാനില്ല, അല്ലേ? അതൊരു പക്ഷെ ആരും കണ്ടുകൊള്ളണമെന്നുമില്ല. പക്ഷെ അതിനും പ്രതിഫലം, ഒരു നന്മ ചെയ്ത മനുഷ്യൻ പ്രതിഫലം നൽകുന്ന ഒരു ലോകം, അത് മനുഷ്യന്റെ തേട്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അങ്ങനെയുള്ള പരലോകത്തിന്റെ ആ ഒരു യുക്തി നമുക്ക് വ്യക്തമാകും. ഈ ദുനിയാവിൽ നന്മ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് പൂർണ്ണമായ, അവരുടെ പ്രവർത്തനത്തിന് പൂർണ്ണമായ നന്മയ്ക്ക് അതിൻ്റെ പ്രതിഫലം നൽകാനോ, അല്ലെങ്കിൽ ഇവിടെ തെറ്റു ചെയ്തവർക്ക് പൂർണ്ണമായ ശിക്ഷ നൽകാനോ കഴിയുന്ന ഒരു ലോകം അനിവാര്യമാണ്. അതിവിടെ സാധ്യമല്ല എന്നതാണ്, അല്ലെ? ഇവിടെ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും 100 പേരെ കൊന്ന ആളെയും ഒരു തവണയെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശിക്ഷിക്കാൻ കഴിയുള്ളൂ, കൊല്ലാൻ പറ്റുള്ളൂ, അല്ലേ? ആ ശിക്ഷാ നടപടി എടുക്കുന്ന അത്തരം നിയമം വന്നാൽ പോലും ഒരു തവണ തൂക്കിക്കൊല്ലാൻ കഴിയും, അതിൽ കൂടുതൽ കഴിയില്ല. അപ്പം തെറ്റുകൾക്കനുസരിച്ച് ശിക്ഷ നൽകുന്ന ഒരു ലോകം, അത് ഈ ലോകമല്ല, അത് തീർച്ചയായും പരലോകമാണ്. ഇവിടെ നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭിക്കുന്ന ലോകമാണ്. ഇവിടെ അനീതി കാണിച്ച് സുഖത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റുള്ളവൻ്റെ വെട്ടിപ്പിടിച്ചും മോഷ്ടിച്ചും ചതിച്ചും അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചുമൊക്കെ സുന്ദരമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനുള്ള ശിക്ഷ നൽകപ്പെടുന്ന ഒരു ലോകം അനിവാര്യമാണ്. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് ദുർബലരായി ജീവിക്കുന്ന ജനവിഭാഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്കും അതിനുള്ളൊരു നീതിയും അവർക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടണ്ടേ? അത്തരം ഒരു ലോകം, അതിനാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, പരലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി അമാനുവലിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹമായ പ്രതിഫലം പൂർണ്ണമായും നൽകാൻ ഒരു പരലോകം അനിവാര്യമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പരലോകത്തുള്ള പ്രതിഫലമാണ് ആയത്തിന്റെ അവസാനം അള്ളാഹ് പറഞ്ഞത്, ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനം കൊടുത്ത് അവർക്ക് പ്രതിഫലം കൊടുക്കും. എങ്ങനത്തെ പ്രതിഫലം? വരിസുക്കുൻ കരീം, മാന്യമായ ഉപജീവനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാന്യമായ ഉപജീവനം എന്ന് പറഞ്ഞാൽ തൃപ്തികരമാണ് അവർക്കത്,
ഭാവിയിൽ അത് ഇല്ലാതായി തീരുമോ എന്ന ആശങ്കയില്ലാത്ത ഭക്ഷണമാണ്, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ലഭിക്കുന്നതായ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് റിസ്ക്കുൻ മാന്യമായ പ്രതിഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ റിസ്ക് അവിടെ തീർന്നു പോകില്ല. ഇവിടെ അള്ളാഹു നൽകുന്ന റിസ്ക്, നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയാൽ, ഭക്ഷണം നൽകിയാൽ അതൊക്കെ തീർന്നു പോകാം, എപ്പോഴും അവസാനിക്കാം. സ്വർഗത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. അത് റിസ്ക്കുൻ കരീമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാരവും മാന്യവുമായ ഉപജീവനം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഈ നാലാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അടുത്തത് ആറാമത്തെ വചനമാണ്. വയറല്ലദീന ഊത്തുൽ ഇൽമ അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ് വയഹ്ദീ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് എന്നാണ്. അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർ കണ്ടറിയുന്നതാണ്, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നും സുസ്തൃഹനായ പ്രതാപശാലിയായി ഉള്ളവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് അത് മാർഗദർശനം നൽകുന്നുവെന്നും ആ വേദഗ്രന്ഥം സത്യമാർഗമാണ് എന്നും മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. ഈ അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞത് വേദഗ്രന്ഥങ്ങളെയും മതകാര്യത്തെയും കുറിച്ച് അറിയുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ശരിയായ അറിവുള്ള ആളുകളെക്കുറിച്ചാണ്. ഇത്തരം പണ്ഡിതന്മാർ ഉണ്ട്, അതുപോലെയുള്ള ആളുകളാണ്. സത്യവും അജ്ഞതയും തമ്മിലുള്ള വ്യത്യാസം വിവരമില്ലാത്ത ഖുറൈശി വിശ്വാസികൾ ഖുർആനിനെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങൾ, യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി അറിവുള്ളവർ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള പൂർണ്ണ സത്യമാണെന്ന് തിരിച്ചറിയുകയും സിറാത്തുൽ അസീസ് അവിടെ പറഞ്ഞിട്ടുള്ളത് സിറാത്തുൽ അസീസിൽ ഹമീദ് എന്നാണ്. മനുഷ്യനെ വഴി നടത്തുന്ന, ആരെയും കീഴടക്കാൻ കഴിയുന്ന പ്രതാപശാലിയായ, സകല സ്തുതികൾക്കും അർഹനായ അള്ളാഹുവിൻ്റെ മാർഗങ്ങളിലേക്കാണ് ഈ വേദഗ്രന്ഥം നാളെ വഴി കാണിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് തിരിയുന്ന ആളുകളാണതെന്ന് അള്ളാഹു ആ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. തൊട്ടടുത്ത വചനം ഏഴാമത്തെ വചനമാണ്. വഖാലല്ലദീന കഫറു. ആ ആയത്തിൻ്റെ വാക്കർത്ഥം ശ്രദ്ധിച്ചാൽ വഖാല പറഞ്ഞു, അല്ലെങ്കിൽ പറയുന്നു, അല്ലദീന കഫറു അവിശ്വസിച്ച ആളുകൾ, ഹൽ നദുല്ലുക്കും ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ റജുലിൻ ഒരു പുരുഷനെ പറ്റി, യുനബ്ബിഉക്കും നിങ്ങൾക്ക് വർത്തമാനം അറിയുന്ന. ഇത് മുസ്സിക്തും കുല്ല മുമസ്സിക്കിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. ഇതാ മുസ്സിക്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിഹ്ന ഭിന്നമാക്കപ്പെട്ടാൽ, പിച്ചി ചീന്തപ്പെട്ടാൽ, കുല്ല മുമസ്സക്കിൻ എല്ലാവിധ ചിഹ്ന ഭിന്നമാക്കലും, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ലഫീ ഖൽഖിൻ ഒരു സൃഷ്ടിയിൽ തന്നെ ആയിരിക്കും, ജദീദ് പുതുതായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ തന്നെ ആയിരിക്കും എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ആറാമത്തെ വചനമാണ്. വഖാലല്ലദീന കഫറു ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും ഇദാ മുസ്സിക്തും കുല്ല മുമസ്സക്കിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. അവിശ്വസിച്ച ആളുകൾ പറയുകയാണ്, നിങ്ങളെല്ലാ വിധേനയും നശിച്ചു ഛിന്ന ഭിന്നമാക്കപ്പെട്ടാൽ വീണ്ടും നിങ്ങളൊരു പുതിയ സൃഷ്ടിയിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങളോട് വർത്തമാനം അറിയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഇതൊരു പരിഹാസത്തിലാണ് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവ്യക്തമായ രൂപത്തിൽ നബിയെ പേര് പോലും പറയാതെ പരിചയപ്പെടുത്തുന്ന ഒരു രൂപമാണ് സഹോദരങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അവിശ്വാസികളുടെ പരിഹാസം. മക്കയിലെ കാഫറുകൾ പരലോകത്തെ നിഷേധിക്കുന്നു, മരണത്തിന് ശേഷമുള്ള ജീവിതം ഇല്ല എന്ന് പറയുന്നു. പ്രവാചകൻ എപ്രകാരമാണെന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹു അവിടെ പറഞ്ഞ എന്താണ്? മുസ്സിക്തും കുല്ല മുമസ്സക്കിൻ എന്ന് പറഞ്ഞാൽ ശരീരം മണ്ണിൽ അഴുകി ദ്രവിച്ച് വെവ്വേറെയായി തീർത്തും ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഉയർത്തുന്നേൽപ്പുണ്ട് എന്ന് പറയുന്ന ഒരാളെ എന്ന നിലക്കാണ്. കേൾക്കുമ്പോൾ പരസ്പരം അവർ പരിഹസിച്ച് ചോദിക്കുകയാണ്, ഇത്തരം അത്ഭുത കഥകൾ പറയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ്. ആ ആൾ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നാണ് അവർ പറയുന്നത്. അതായത് മുഹമ്മദ് നബി പറയുന്നത് മരിച്ചതിന് ശേഷം അങ്ങ് നുരുമ്പിച്ച് എല്ലുകളും അത് ശരീരമെല്ലാം ചീഞ്ഞളിഞ്ഞതിന് ശേഷം
അല്ലെ, ഒന്നുമല്ലാതെ മണ്ണയച്ചതിന് ശേഷം വീണ്ടും അതിങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന ഒരു കഥ പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ പേര് പോലും പറയാതെ ഒരു മനുഷ്യൻ, റജുലു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അങ്ങനെ അഭിസംബോധന ചെയ്ത് അങ്ങനെ നബിയെ പരിഹസിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് എന്നർത്ഥം. പ്രവാചകത്വത്തെയും പുനർജന്മത്തെയും ഒക്കെ പുനർജീവിതത്തെയും ഒക്കെ പൂർണ്ണമായും തള്ളിക്കളയാനുള്ള അവരുടെ ഈ അഹങ്കാരമാണ് ഈ ആയത്തിലൂടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത 8-ാമത്തെ വചനമാണ് അഫ്തറ അലല്ലാഹി കദിബൻ അം ബിഹി ജിന്ന ബലില്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹിറതി ഫിൽ അദാബി വല്ലലാലിൽ ബഈദ്. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹ് അഫ്തറ, അവൻ കെട്ടിച്ചമച്ചിരിക്കുകയാണോ, അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ, കദിബൻ, കളവ്, വ്യാജം, അം ബിഹി, അതല്ല പക്ഷേ അവനുണ്ടോ, ജിന്ന, വല്ല ഭ്രാന്തുമുണ്ടോ. എന്നിട്ട് പറയാണ് ബലില്ലദീന, പക്ഷേ എങ്കിലും, അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്ത ആളുകൾ, ബിൽ ആഖിറത്തി, പരലോകത്തിൽ, ഫിൽ അദാബി, ശിക്ഷയിലായിരിക്കും, വല്ലലാലി, വഴിപിഴവിലുമായിരിക്കും, അൽ ബഈദ്, വിദൂരമായ, അകന്ന. അഥവാ അവൻ അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചിരിക്കുകയാണോ, അതല്ല അവന് വല്ല ഭ്രാന്തുമുണ്ടോ, പക്ഷേ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ശിക്ഷയിലും വിദൂരമായ വഴികേടിലും ആയിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളുടെ 2 ആരോപണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേൾക്കുമ്പോൾ അവർക്കുണ്ടായ 2 വ്യാജമായ നിഗമനങ്ങളുണ്ട്. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമയ്ക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഭ്രാന്താണ്, അം ബിഹി ജിന്ന എന്ന് പറഞ്ഞത്. ഖുർആൻ അതിന് മറുപടി നൽകുന്നുണ്ട്. ഖുർആൻ അവരുടെ ആരോപണത്തെ അടിയോടെ തള്ളിക്കളയുകയാണ്. പ്രവാചകന് ഭ്രാന്തോ കളവോ ഒന്നുമല്ല, മറിച്ച് പരലോകത്തിൽ വിശ്വസിക്കാത്ത ഈ അവിശ്വാസികളാണ് കഠിനമായ ശിക്ഷയിലും ആഴത്തിലുള്ള അന്ധകാരത്തിലും, അതാണ് വഴികേടിലും അകപ്പെട്ടിരിക്കുന്നത്. അല്ലലാലിൽ ബഈദ് എന്ന് പറഞ്ഞാൽ, വല്ലലാലിൽ ബഈദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കടക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള വഴികേടിലേക്ക്, അല്ലെ, ആഴത്തിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അവിടെ അതുകൊണ്ട് സത്യത്തിൽ നിന്ന് വളരെ വിദൂരമായ, തിരിച്ചു വരാൻ പ്രയാസമുള്ള അത്രയും വലിയ വഴികേടിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാമത്തെ വചനം അവിടെ പഠിപ്പിക്കുകയാണ്. അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർള്. എന്നിട്ട് വീണ്ടും 9-ാമത്തെ അഫലം യറൗ, എന്നാൽ അവർ കണ്ടില്ലേ, അവർ നോക്കുന്നില്ലേ, ഇലാമാ, ഏതൊന്നിലേക്ക്, ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ള, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതിലേക്കും, മിനസ് സമാഇ, ആകാശത്ത് നിന്ന്, വൽ അർളി, ഭൂമിയിൽ നിന്നും, ഇന്നശഅ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നഖ്സിഫ് ബിഹിം, അവരെ നാം വിഴുങ്ങും അല്ലെങ്കിൽ ആഴ്ത്തിക്കളയും, അൽ അർള, ഭൂമിയിൽ, ഔ നുസ്കിത്, അതല്ലെങ്കിൽ നാം വീഴ്ത്തും, അലൈഹിം, അവരുടെ മീതെ, കിസഫൻ, കഷ്ണങ്ങളെ, തുണ്ടുകളെ, മിനസ്സമായി, ആകാശത്ത് നിന്ന്, ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയത്തൻ, ഒരു ദൃഷ്ടാന്തമുണ്ട്, ലികുല്ലി അബ്ദിൻ, എല്ലാ ഓരോ അടിയാനും, മുനീബ്, മനസ്സ് മടങ്ങുന്ന, ഭക്തിപ്പെട്ടു വരുന്ന ആളുകൾക്കും എന്നാണ്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത്? എന്നാൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവരുടെ മുന്നിലും പിന്നിലുമുള്ളവരിലേക്ക് അവർ നോക്കിക്കാണുന്നില്ലേ? നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയും ആകാശത്ത് നിന്ന് അവരുടെ മേൽ തുണ്ടങ്ങൾ വീഴ്ത്തും. നിശ്ചയമായും അള്ളാഹുലേക്ക് മനസ്സ് മടങ്ങുന്ന എല്ലാ അടിയാനും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 9-ാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി മരണാനന്തര ജീവിതത്തെപ്പറ്റി നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു നിരീക്ഷണം, അവിശ്വാസികൾക്ക് ചുറ്റുമുള്ള ആകാശവും ഭൂമിയും നോക്കി ചിന്തിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അതിവിശാലമായ സൃഷ്ടികൾക്ക് നടുവിൽ തികച്ചും അശക്തനായിട്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവിക ശിക്ഷകളെക്കുറിച്ചുള്ള താക്കീത്, അള്ളാഹു വിചാരിച്ചാൽ അവരെ 2 രീതിയിൽ നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. നഖ്സിഫ് എന്ന് പറഞ്ഞത് ഖാറൂന് സംഭവിച്ചതുപോലെ ഭൂമി പിളർന്ന് അവരെ താഴേക്ക് വിഴുങ്ങാം. അതല്ലെങ്കിൽ നുസ്കിത്ത് എന്ന് പറഞ്ഞത് ഷുഐബ് നബിയുടെ ജനതയ്ക്ക് സംഭവിച്ചതുപോലെ ആകാശത്തു നിന്ന് വൻ കഷ്ണങ്ങൾ അവരുടെ മേൽ പതിച്ച്
അവരെന്ത് ചെയ്യാൻ പറ്റും? അവരെ നശിപ്പിക്കാൻ പറ്റും. ആർക്കാണ് ഇതിൽ പാഠമുള്ളത് എന്ന് പഠിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ എല്ലാവരും പാഠം ഉൾക്കൊള്ളില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് നല്ല മനസ്സുമായി നിർമ്മലമായ മനസ്സോടെ മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അവിടാണ് അബ്ദിൻ മുനീബ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് അങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾ, അവർക്കാണ് അതിൽ മാറ്റമുണ്ടാവുക. ആകാശങ്ങളെ സാക്ഷിയാക്കി അള്ളാഹു നൽകുന്ന അന്തിമ താക്കീതും അള്ളാഹുവിനേക്ക് മടങ്ങുന്ന സത്യവിശ്വാസികളെ കുറിച്ചുള്ള ആ സത്യവിശ്വാസത്തിലേക്ക് മാറാനുള്ള ഒരു ആഹ്വാനവുമാണ് ആ വചനത്തിലൂടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം നോക്കി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.